ആ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നിങ്ങൾ എങ്ങോട്ട് പോണേ? ഞാൻ അങ്ങാടിയിലേ. ഇപ്പൊ എന്നാ ഞാൻ കൊണ്ടുവിട്ടാരെ ഇങ്ങോട്ട് കേറി. വേണ്ട ഇജ്ജാണ്ട് പോയിക്കാ, ഞാൻ ഒന്ന് നടക്കാനും നല്ലതാ വിചാരിച്ചിട്ടാ. എന്നായിക്കോട്ടെ, ഞാനങ്ങോട്ട് പോവാ. നിങ്ങളിപ്പോ വരൂലേ? ഞാനില്ല, ഞാൻ ഇപ്പൊ തന്നെ എത്തൂല, കുറച്ച് കഴിയും. ഇജ്ജ് പോയല്ല, എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ടായിരുന്നു. അതെന്തിപ്പാ? അല്ല, കുഞ്ഞോട് പറഞ്ഞിട്ട് ഇജ്ജ് അടുത്ത മാസം പോവുക, വിസ ശരിയായിക്കണെന്നൊക്കെ. അത് ശരി തന്നെ ഉള്ളത് തന്നെ. അത് ശരി തന്നെയാണ്. കൊറേ കാലത്തൊരു ആഗ്രഹമല്ലേ പോവാന്നുള്ളത്. ഏതായാലും അത് ഒത്തു വന്നേക്കണ. പിന്നെ ഇനി മാത്രമല്ല, ഇനിയിപ്പോ ചെലവൊക്കെ വരികയല്ലേ. അല്ല, ഇപ്പൊ ഇജ്ജ് ചെലവ് എന്നൊക്കെ കണക്ക് കൂട്ടുന്നപ്പോ എന്താ മനസ്സിലായില്ല. അല്ലപ്പോ ഈ ഹോസ്പിറ്റൽ ചെലവും പിന്നെ മുടിയാൾസിൽ ചെലവ്, അറിവ് കാര്യങ്ങള് നിക്കണ ആക്ക്, ഇതൊക്കെ ഒരു വലിയ ചെലവ് തന്നെയല്ലേ. അത് കുറെ കാലായിട്ട് നിങ്ങൾക്ക് ആറ്റ് നോറ്റൊരു കുഞ്ഞിക്കാലുണ്ടാകണതാണ്. ഈ സമയത്ത് ഇപ്പൊ എന്തായാലും ഇജ്ജ് ഗൾഫിക്ക് പോകണ്ട. പിന്നെ ഇപ്പൊ ചെലവ് എന്ന് അറിയാന് ആശുപത്രി ചെലവൊക്കെ വേണ്ടി തന്നെയാണ്. അതിനൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അളവ് എന്നെ കൊണ്ട് കഴിക്കുന്നതായി ചെയ്താൽ മതി. ആളെ നിർത്തി അറിഞ്ഞാല് 10-60,000 ഉറുപ്പിയും കൊടുത്തൊരു കുഞ്ഞ് പൈതലിനെ നോക്കാൻ ഇപ്പൊ തൽക്കാലം നമ്മൾ അങ്ങനെ ആളെ നിർത്തണ്ട. ഞാനും ഉമ്മയും ഒക്കെ കൂടി അങ്ങനെ നോക്കിക്കൊണ്ട്. അല്ലപ്പ എന്നാലും എല്ലാരും ചെയ്യണ മാതിരിയൊക്കെ നമുക്കും ചെയ്യണ്ടേ? അത് ആരേലും കാട്ടുന്ന നാമൂസ് അനുസരിച്ചൊന്നും ഇപ്പൊ ഞമ്മക്ക് ജീവിക്കാൻ പറ്റൂല. ഞമ്മക്ക് ഉള്ളതിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. പിന്നെ ഈ 40 ദിവസവും 90 ദിവസമൊക്കെ മലന്നിരുന്ന് തിന്നണ ആ പരിപാടി എന്റെ മോള് ചെയ്യണമെന്ന് എനിക്ക് ഇഷ്ടമല്ല. എന്റെ ശ്രദ്ധയിലും അത് ഉണ്ടാകണം. അതിന്റെ ഒക്കെ ഭവിഷ്യത്ത് പിന്നെയാണ് ഉണ്ടാവുക. ആവശ്യത്തിന് മനുഷ്യന്റെ ആരോഗ്യത്തിന് ആവശ്യത്തിലുള്ള ഭക്ഷണവും മരുന്നും ഒക്കെ ചെന്നാൽ മതിയല്ലോ. അതുപോലെ തന്നെ ഈ എണ്ണയും നെയ്യും എല്ലാം കൂടി ഇട്ട് കൊഴുപ്പ് കിട്ടുന്ന വിധത്തിലുള്ള ഭക്ഷണമല്ല വേണ്ടിയത്. കുട്ടിക്ക് പാലുണ്ടാകാൻ വേണ്ടി നല്ല ധാന്യപ്പൊടികളും പച്ചക്കറികളും ഒക്കെയാണ് തിന്നേണ്ടത്. അത് പ്രസവത്തിന് ശേഷം എന്നല്ല, അതിന് മുമ്പേ തിന്നൽ തുടങ്ങണം. അതൊക്കെ പെരിയിലുണ്ട്. ഓളൊന്ന് ഓർമ്മിപ്പിച്ചുകൂടി ചെയ്താണ്ടി. അല്ലപ്പ ഞാൻ ആ വിസന്റെ കാര്യം ഞാൻ ഏകദേശം അവരോട് ഓക്കെ പറഞ്ഞാണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാ? ഇപ്പൊ എന്റെ കുട്ടി ഏതായാലും ഇപ്പൊ ഗൾഫിക്ക് പോകണ്ട. ആ പരിപാടിയാണ് മാറ്റി വെച്ചാള്. ഇപ്പോ ഈ ഓളെ കൂടെ ഉണ്ടാകേണ്ട നേരാണ്. പ്രസവത്തിന്റെ സമയത്താണ് ഭർത്താക്കന്മാരൊപ്പം ഉണ്ടാകേണ്ടത്. എന്നാലേ കുട്ടിക്കും അവൾക്കും ഒക്കെ ഒരു ഗുണമാവുള്ളൂ. ഈ ആർഭാടായിട്ടുള്ള മുടിയാഴ്ചലും പൊന്നട്ടലും മാമൂലും എല്ലാം കൂടി അയങ്ങാണ്ട് അതിന്റെ ചെലവും വിചാരിച്ചിങ്ങാണ്ട് ഇജ്ജിപ്പം അങ്ങോട്ട് ഗൾഫിക്ക് പോയാലേ ഇജ്ജിപ്പോ എന്റെ പണി കഴിഞ്ഞാൽ ഓളെ വന്ന് കാണാം. അതൊന്നും നടക്കൂല. ഓക്കിപ്പോ ഞാൻ വരുന്നതും കാണുന്ന ഒരു വലിയ സന്തോഷമാണ്. ആ സന്തോഷം കൂടി ഇല്ലാതാവും. അല്ല, ഞാൻ ചോദിക്കട്ടെ, അതിപ്പോ ഈ വിസന്റെ ചെലവും മറ്റേതും എല്ലാം കൂടി വരുമ്പോ അനക്ക് 2 കൊല്ലം കഴിയാതെ നാട്ടിക്ക് വരാൻ പറ്റുമോ? അപ്പൊ പിന്നെ ഈ ഒരു സന്തോഷം ഒന്നും ഇല്ലാതാവൂലേ? അതിപ്പോ ഏതായാലും വേണ്ട. ഇജ്ജിപ്പോ ഒരു കാര്യം ചിന്തിച്ചാണ്ട് പിക്ക പരീക്ക്.